എന്തുകൊണ്ട് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് സീരീസിലെ രണ്ടാമത്തെ റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് ബീഫ് കട്ട്ലറ്റ്. ഇതെന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പിയാണ്. നല്ലൊരു മെമ്മറി റിലേറ്റഡും കൂടിയാണ് കേട്ടോ. നമ്മുടെ പണ്ട് കാലത്ത് കല്യാണങ്ങൾക്കും എൻഗേജ്മെന്റിനും ഒക്കെ കട്ട്ലറ്റ്, അലുവ ഒക്കെ കൂട്ടിയിട്ട് ഒരു പ്ലേറ്റിലൊക്കെ തരുമായിരുന്നു. പാലപ്പം, സ്റ്റൂ ഒക്കെ ആയിട്ട്. ആ ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? I am Akshay and welcome to Aksha's Cameo. അപ്പൊ നമുക്ക് ബീഫ് കട്ട്ലറ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാവേ. 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണേ. 2 കിലോ ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് വെള്ളമില്ലാണ്ട് വേവിച്ചെടുത്തു. 2 കിലോ ബീഫ് നോക്കി വെന്ത് വന്നപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ഇനി വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചതച്ചെടുത്തിട്ടുണ്ട്. ഓരോ സ്പൂൺ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില, ഇത്രയും ചതച്ചെടുത്തതാണേ. സവാള ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. ഉരുളക്കിഴങ്ങ് ഒരു 1/2 കിലോ വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ടേ. പിന്നെ പൊടികളായിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഒരു മീറ്റ് മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയും. ഇതെല്ലാം കഴിഞ്ഞ് ക്രം കോട്ട് ചെയ്ത് വറക്കാനായിട്ട് മുട്ടയിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും വേണം. അത് നമുക്ക് കോട്ട് ചെയ്യാം. നിങ്ങൾക്ക് പാൻകോ ക്രംസോ ബ്രെഡ് ക്രംസോ യൂസ് ചെയ്യാവേ. എന്നിട്ട് ഡീപ് ഫ്രൈ ചെയ്താൽ നമ്മുടെ കട്ട്ലറ്റ് റെഡി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? പാൻ നല്ല ചൂടായ ശേഷം എണ്ണ ഒഴിക്കാവേ. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങളുടെ ഇഷ്ടാനുസരണം യൂസ് ചെയ്യേ. എണ്ണ നല്ല ചൂടായിട്ടുണ്ടേ. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ സവാള ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചതച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഞാനിതിൽ സവാളയുടെ കൂടെ ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവർത്തനം മതിയേ. ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല. ഇനി ഇതിന്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിയില്ലെങ്കിലേ ഒരു കുത്തലുണ്ടാവും, കഴിക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. ഒരു 1-2 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത്രയേ ഉള്ളൂ. വഴറ്റി എടുത്തിട്ടുണ്ട്. ഇത് ഒരു കറക്റ്റ് പാവാണ് കേട്ടോ. നമുക്ക് സ്റ്റവൊക്കെ ഓഫ് ചെയ്യാം. ഒരു ഇച്ചിരി ചൂടൊന്ന് ആറിയ ശേഷം മിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാവേ. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ കാണിച്ച ബീഫ് ഒന്ന് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങ് പേസ്റ്റ് പോലൊന്നും ആകാൻ പാടില്ല കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് ഷ്രെഡഡ് ആയിട്ടിരിക്കണം. ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കുക, അത്രയേ ഉള്ളൂ. അരക്കരുത്. ഇത് ചേർത്ത് കൊടുക്കാവേ. ഇത് നമ്മള് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ കട്ട്ലറ്റ് അല്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് കൂടുതലുള്ള ബീഫ് ഒട്ടും ഇല്ലാത്ത ടൈപ്പ് കട്ട്ലറ്റ് ഒന്നുമല്ല. ഇതാ നോക്കിയേ, ബീഫാണ് ഇതിൽ മൊത്തം. ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഈ മസാലയും ഈ വെന്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും നമ്മുടെ ബീഫും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവേ. ഇപ്പൊ നല്ല എല്ലാം യോജിച്ചിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഷേപ്പ് ചെയ്യാവേ. ഒരു വലിയൊരു ബോളായിട്ട് എടുക്കുക. ഇങ്ങനെ ഒന്ന് കയ്യിൽ തന്നെ ഉരുട്ടി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് റൗണ്ടോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ആക്കിയെടുക്കുക. എനിക്കൊരു ഓവലായിട്ട് ഇഷ്ടം, അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ആക്കുന്നത്. കണ്ടോ? അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ ഇതുപോലെ അങ്ങ് ആക്കിയെടുക്കാവേ. നമ്മുടെ കട്ട്ലറ്റ്സ് ഒക്കെ നമ്മൾ അങ്ങനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു 1/4 ഭാഗമേ ഷേപ്പ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ
ഏകദേശം ഒരു 30 തൊട്ട് 35 കട്ട്ലറ്റ് വരെ സൈസ് അനുസരിച്ച് കിട്ടും കേട്ടോ. ഇനി നമുക്കത് ക്രം കോട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് കട്ട്ലറ്റ് എടുക്കാം. ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ബ്രെഡ് ക്രംസോ പാൻകോ ക്രംസോ യൂസ് ചെയ്യാം. ഇതിലൊന്ന് കോട്ട് ചെയ്യാവേ. നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പാൻകോ ക്രംസ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നല്ല ക്രിസ്പി ആയിരിക്കും പാൻകോ ക്രംസ് യൂസ് ചെയ്താലേ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയറും കൂടെ ചെയ്യാവുന്നതാണ്. അപ്പൊ കുറച്ച് തിക്കായിട്ട് കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, എനിക്കിത് മതി. ഇങ്ങനെ ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇപ്പൊ ചെയ്യാനുള്ള കട്ട്ലറ്റ്സ് എല്ലാം ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഡീപ് ഫ്രൈ ചെയ്യാവേ അതിനുവേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്നേ. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ നിങ്ങളുടെ ഇഷ്ടാനുസരണം യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ ഒന്നും ഉപയോഗിക്കണ്ട കേട്ടോ, ടേസ്റ്റിന് മാറ്റം ഉണ്ടാവും. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇടാട്ടോ. ഓവർ ക്രൗഡ് ചെയ്തിടേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ കിടക്കാവുള്ളേ. ഒരു 4-5 എണ്ണമൊക്കെ മാക്സിമം ഇട്ടാൽ മതി. ഓവർ ക്രൗഡ് ചെയ്യണ്ട. നിങ്ങളുടെ പാന്റെ വലുപ്പം അനുസരിച്ച് ഞാൻ ഒരു 5 എണ്ണം ഇട്ടിട്ടുണ്ട്. തിരിച്ചിടാവേ. നമ്മുടെ കട്ട്ലറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് ഒക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരണം. അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്രിസ്മസ് റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.